എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വേണ്ടി ആദ്യമായി ഒരു കമ്മീഷനെ നിയമിക്കുന്നത് 1978 അറിഞ്ഞിരിക്കുക, ഇതൊരു ഭരണഘടനാ സ്ഥാപനമായിരുന്നില്ല എന്ന് ഒരു കമ്മീഷനെ നിയമിച്ചു. അതിനുശേഷം ആ കമ്മീഷനെ ഒരു അധ്യക്ഷനെ നിയമിക്കുകയുണ്ടായി. അധ്യക്ഷനാണ് ഭോല ഭസ്വാൻ ശാസ്ത്രി. അറിഞ്ഞിരിക്കുക, ഭോല ഭസ്വാൻ ശാസ്ത്രി ആയിരുന്നു അന്ന് നിയമിച്ച കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഓക്കെയല്ലോ. പിന്നീട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ 1990 65-ാം ഭേദഗതിയിലൂടെ ഇതിനെ ഒരു ഭരണഘടനാ സ്ഥാപനമാക്കി, എന്നിട്ട് പേര് കൊടുത്തു ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പേര് കൊടുക്കുന്നു. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 1992 മാർച്ച് 12 നിലവിൽ വരുന്നത്. ഇന്ന് ആ കമ്മീഷൻ ഇല്ല, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 92 മാർച്ച് 12 നിലവിൽ വരുന്നു. ഓക്കെയല്ലോ. ഓക്കെ, അന്ന് ആർട്ടിക്കിൾ 338 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ കൂട്ടിച്ചേർത്തത്. ഇന്ന് ആർട്ടിക്കിൾ 338 പറയുന്ന മറ്റൊരു കാര്യമാണെന്നും അറിഞ്ഞിരിക്കുക. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനായിരുന്നു ആര്? SH റമദാൻ. ഓക്കെയാണല്ലോ. തുടർന്ന് 2003 89-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അറിഞ്ഞിരിക്കുക, 2003 89-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ 2 കമ്മീഷനാക്കി മാറ്റി. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ന പേരിൽ ആർട്ടിക്കിൾ 338 കൂട്ടിച്ചേർക്കുകയും ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്ന പേരിൽ ആർട്ടിക്കിൾ 338A കൂട്ടിച്ചേർക്കുകയും ഉണ്ടായി. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നിലവിൽ ആ കമ്മീഷൻ ഇല്ല എന്ന് അറിഞ്ഞിരിക്കുക. പഠിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.